മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. കരിപ്പൂർ ഹജ്ജ് വിമാന നിരക്കിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMA സലാം. കേന്ദ്ര കമ്മിറ്റിയെ കുറ്റം പറഞ്ഞ് സംസ്ഥാന സർക്കാർ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്കെതിരെ ഹജ്ജ് വകുപ്പ് മന്ത്രി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. വൻ കൊള്ളയാണ് നടക്കുന്നതെന്നും PMA സലാം കുറ്റപ്പെടുത്തി. എന്നാൽ മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് പറഞ്ഞ PMA സലാം വിഷയം PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലും അബ്ദുസമദ് സമദാനി ലോക്സഭയിലും അവതരിപ്പിക്കുമെന്നും പറഞ്ഞു. ഇത്ര പരസ്യമായി കൊള്ള നടത്താൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇതിലെ കൊട്ടേഷനിലെ കള്ളക്കളി പുറത്തു കൊണ്ടുവരെ വന്നേ പറ്റൂ. കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞ് ഹജ്ജ് കമ്മിറ്റിയെ കുറ്റം പറഞ്ഞ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ് കേരള ഗവൺമെൻറ്. എന്ത് ചെയ്തു? കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ യോഗത്തിൽ വെച്ചാണ് ഇതിൻ്റെ ടെൻഡറും നടപടികളും ഒക്കെ ആലോചിക്കുന്നു, തീരുമാനിക്കുന്നു. കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പങ്കെടുക്കാറില്ലേ? എന്തുകൊണ്ട് ആ സമയത്ത് ഇതിനെക്കുറിച്ച് ആലോചിച്ചില്ല, എതിർത്തില്ല? കേരളത്തിലെ മലബാറിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങും. അഷ്കർ അലി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി, കൊള്ളയെന്നല്ല തീവെട്ടിക്കൊള്ളയെന്ന് തന്നെ പറയണം. ഇരട്ടിയിലധികമാണ് ഈ കരിപ്പൂരിലെ ഹജ്ജ് യാത്രാഗതിയിൽ നിന്ന് എയർ ഇന്ത്യ പിടുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിമർശനങ്ങളാണ് മുസ്ലിം ലീഗ് ഉന്നയിച്ചത്? ഇനി ലീഗ് ലോക്സഭയിലും നിയമസഭയിലും ഈ വിഷയങ്ങൾ എങ്ങനെ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്? അരുൺ, പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അഥവാ സംസ്ഥാന ഹജ്ജ് വകുപ്പ് മന്ത്രിയുടെയും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെയും ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ്. അഥവാ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി യോഗത്തിൽ ഈ ടെൻഡർ നടപടികൾ നടക്കുമ്പോഴും ഇതിന് നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോഴും എന്തുകൊണ്ട് മൗനം പാലിച്ചു? ഇത്തരത്തിലൊരു ടെൻഡർ മാത്രം വരികയും ഇല്ലെങ്കിൽ ഒരാൾ മാത്രം കോട്ട് ചെയ്യുകയും ഇത്രയും വലിയൊരു തുകയ്ക്ക് അത് ടെൻഡർ വിളിച്ച് അത് ഉറപ്പിക്കുമ്പോൾ ഈ തീർത്ഥാടകർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തുകൊണ്ട് മനസ്സിലാക്കി ഈ വിഷയത്തിൽ ഇതുവരെ മൗനം പാലിച്ചു? അപ്പോഴൊക്കെ കാഴ്ചക്കാരായി നിന്നുകൊണ്ട് ഇപ്പോൾ അനുശോചനം അറിയിച്ചിട്ട് എന്താണ് കാര്യമെന്നായിരുന്നു PMA സലാമിന്റെ പ്രതികരണം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ടെൻഡർ നടപടികൾക്ക് പിന്നിൽ ചില കള്ളക്കളികൾ നടന്നിട്ടുണ്ട് എന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രധാനമായ ആരോപണം. ഇല്ലെങ്കിൽ എയർ ഇന്ത്യ മാത്രം നിരവധി സർവീസുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് എയർ ഇന്ത്യ മാത്രം കരിപ്പൂരിലേക്ക് കോട്ട് ചെയ്തു, അത് ഇത്രയും വലിയൊരു തുകയ്ക്ക് കോട്ട് ചെയ്തു എന്നുള്ളതാണ് PMA സലാം ഉന്നയിക്കുന്ന മറ്റൊരു സംശയം. അങ്ങനെയാണെങ്കിൽ പോലും ഇത്രയും വലിയ തുകയ്ക്ക് ഒരു കോട്ട് ഒരാൾ മാത്രം വിളിക്കുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് റീടെൻഡർ നടപടികൾ ക്രമങ്ങൾ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ളതും മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയൊരു ആരോപണം, അഴിമതി ഉൾപ്പെടെ ഇല്ലെങ്കിൽ ദുരൂഹതയുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള ആരോപണമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഉന്നയിച്ചു വെക്കുന്നത്. ഈ കാര്യത്തിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെയും ഹജ്ജ് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന ആരോപണം. മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷത്തോളമായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ യോഗം കൃത്യമായി നടക്കുന്നില്ല എന്ന് മന്ത്രി വ്യക്തമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയം വിവാദമാവുന്നത് വരെ എന്തുകൊണ്ട് ഈ കാര്യം ജനങ്ങളെ അറിയിച്ചില്ല, എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു സംസ്ഥാന സർക്കാർ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടായില്ല എന്നും PMA സലാം ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി. മറ്റൊന്ന്, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്കെതിരെയുള്ള ആരോപണമാണ്. വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കാൻ, തീർത്ഥാടകരെ ബുദ്ധിമുട്ടിക്കുക, അതുപോലെ തന്നെ കരിപ്പൂർ എയർപോർട്ടിന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന കരിപ്പൂർ വിരുദ്ധ സമീപനങ്ങൾ ഇതിന്റെ തുടർച്ചയാണ് തന്നെയാണോ നടപടി? അനുകൂലമായി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. വരും ദിവസങ്ങളിലും അനുകൂല പ്രതികരണം ഉണ്ടാകുമോ എന്ന് ഉറപ്പുമില്ല. അപ്പോൾ ഒരു പ്രക്ഷോഭത്തിന് മുസ്ലിം ലീഗ് തയ്യാറെടുക്കുമ്പോൾ ഭരണപക്ഷം കൂടി ഈ പ്രക്ഷോഭത്തിനോടൊപ്പം ചേരാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ കേന്ദ്രത്തിനെതിരെ 8-ാം തീയതി നടക്കുന്ന പ്രക്ഷോഭത്തിൽ UDF ഇല്ലെങ്കിലും ഈ കരിപ്പൂരിലെ ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരുമായി യോജിച്ചുള്ളൊരു പ്രക്ഷോഭത്തിന് ലീഗ് ഒരുക്കമാണോ? അരുൺ, അതിനുള്ള സാധ്യത ഒരിക്കലും നമുക്ക് കാണുന്നില്ല. കാരണം നിലവിൽ നേരത്തെ ഉണ്ടായ വിഷയത്തിലടക്കം കൃത്യമായി സംസ്ഥാന സർക്കാർ വീഴ്ചയുള്ളത് കൊണ്ടാണ് ധനപ്രതിസന്ധി വിഷയത്തിലടക്കം ഒരുമിച്ചുള്ള സമരത്തിന് ഇല്ലാത്തത് എന്നായിരുന്നു UDF നിലപാട് പ്രഖ്യാപിച്ചത്. ഈ വിഷയത്തിലും സമാനമായ ഒരു ആരോപണം തന്നെയാണ് മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെയും സംസ്ഥാന വകുപ്പ് മന്ത്രിയുടെയും ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് ലീഗ് ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ അത്തരത്തിൽ ഒരുമിച്ചുള്ള ഒരു പ്രക്ഷോഭ സാധ്യത ഒരിക്കലും കാണുന്നില്ല. മാത്രമല്ല, മുസ്ലിം ലീഗ് MP അബ്ദുസമദ് സമദാനി ലോക്സഭയിലും PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലും ഈ വിഷയം കൊണ്ടുവരും എന്നുള്ളതാണ് ലീഗ് സ്വീകരിക്കുന്ന നിലപാട്. മാത്രമല്ല, പ്രത്യക്ഷ സമരങ്ങളിലേക്ക്, പ്രക്ഷോഭങ്ങളിലേക്ക് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള മാർച്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വിഷയത്തെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളത് മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഒരേ സമയം വഴിയുള്ള ഹജ്ജ് യാത്രികർക്ക് ഇരട്ടിയിലധികം തുകയാണ്
ടിക്കറ്റ് നിരക്കിൽ നൽകേണ്ടി വരുന്നത്. 80,000 രൂപ മറ്റ് എയർപോർട്ടുകളിലൂടെ ഹജ്ജിന് പോകാൻ സാധിക്കുമെങ്കിൽ 1,60,000 രൂപയിലധികം നൽകേണ്ടി വരുന്നു എയർ ഇന്ത്യക്ക് കരിപ്പൂരിൽ നിന്ന് പോകാൻ. അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് തീവെട്ടിക്കൊള്ളയാണ്. ഈ വിഷയത്തിൽ കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഈ നിലയിലാണ് ഇപ്പോൾ ലീഗ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. ഈ വിഷയം അബ്ദുൾ സമദാനി ലോക്സഭയിലും പി.കെ. കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലും അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും നിയമപരമായ പോരാട്ടം. ഈ ലോക്സഭയും നിയമസഭയിലും ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും ആ പ്രക്ഷോഭം തുടങ്ങുക.